ഒരു കാലത്തും മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ ഫാനായിരുന്നില്ല എന്ന കാര്യം ആദ്യമേ പറയട്ടെ. മോഹൻലാലിന്റെ പടത്തേക്കാളും പടത്തിന്റെ രാഷ്ട്രീയമാണല്ലോ ചർച്ചയാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മോഹൻലാലിന്റെ രാഷ്ട്രീയം ചർച്ചയാകണമല്ലോ. പണ്ട് നോട്ട് നിരോധന സമയത്ത് ബ്ലോഗിൽ ഊളത്തരം എഴുതിയ മോഹൻലാലിനെ മാത്രമല്ലേ ഇപ്പോഴും പലർക്കും ഓർമ്മയുള്ളൂ. അത് പുള്ളിയുടെ പ്രശ്നമല്ല. പുള്ളി ആ സ്റ്റാൻഡേർഡൊക്കെ വിട്ടിട്ട് കാലം കുറേയായി. മോഹൻലാൽ എന്ന പേര് കേട്ടാൽ പണ്ടത്തെ ബ്ലോഗിനെ പറ്റി മാത്രം സംസാരിക്കുന്നവരുടെ പ്രശ്നമാണ്. കൃത്യമായി ആ സംസാരം ബാക്കിയുള്ളവരുടെ വായിലേക്ക് ഫീഡ് ചെയ്തു കൊണ്ടിരിക്കുന്ന ചില തൽപരകക്ഷികളുടെ വിജയമാണ്. സംഭവക്രമങ്ങളിൽ വന്ന മാറ്റങ്ങളെ മൂടിവെക്കുകയും പകരം അവനവന് ആവശ്യമുള്ള സാധനം മാത്രം ആവർത്തിച്ച് പറഞ്ഞ് പൊതുബോധത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ വിജയമാണ്. കഴിഞ്ഞ 10-12 മാസക്കാലയളവിൽ മോഹൻലാൽ പരിവാറിന്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങാതിരിക്കുകയും പരിവാറിന്റെ ആശയങ്ങൾക്കിട്ട് കൊട്ടുകയും ചെയ്തതിന്റെ കണക്ക് എത്ര പേർക്കറിയാം. അയോധ്യയിലെ പള്ളി പൊളിച്ചുണ്ടാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് മോഹൻലാൽ പോയില്ല. 10 കൊല്ലം സർവ്വപ്രതാപികളായി ഭരിച്ചിട്ടും അവർക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയത് ഉണ്ണി മുകുന്ദന്മാരെ പോലുള്ള രണ്ടാം തരക്കാരെ മാത്രം. മോഹൻലാലിനെ പോലെ സ്വാധീനശേഷിയുള്ള ഒരാൾ പോയിരുന്നെങ്കിൽ ഉണ്ണി മുകുന്ദൻ പോകുന്ന ഇമ്പാക്റ്റ് ആയിരിക്കില്ല എന്ന കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണം കിട്ടിയിട്ടും പുള്ളി പോയില്ല. ഇന്നത്തെ ഇന്ത്യയിൽ പരിവാറിനോട് ക്ഷണനിരാസം കാണിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് അറിയാവുന്നവർക്കറിയാം. മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ നടത്തിയ വഴിപാട് ഒരേ സമയം ജമാഅത്തിനെയും പരിവാറിനെയും വിരളി പിടിപ്പിച്ച ഒന്നായിരുന്നു. കുംഭമേളയുടെ പരിസരത്ത് പോലും മോഹൻലാൽ പോയിട്ടില്ല. പോയാലും കുഴപ്പമില്ലായിരുന്നു എന്നത് വേറെ കാര്യം. അതൊന്നും പരിവാറിന് തീരെ എഴുതി കൊടുക്കേണ്ട കാര്യങ്ങളല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പരിവാറിനെതിരെ സംസാരിക്കുന്ന ഒരു പടം നിർമ്മിക്കുകയോ അതിൽ അഭിനയിക്കുകയോ ചെയ്യാൻ ധൈര്യമുള്ളവർ അധികമില്ല. മോഹൻലാലിനെ പോലെ ഉന്നതിയിൽ നിൽക്കുന്ന പരിവാരത്തോട് ഉടക്കിയാൽ നഷ്ടപ്പെടാൻ ഒരുപാടുള്ള മനുഷ്യന്മാർ ആ കൂട്ടത്തിൽ ഒട്ടുമില്ല. എല്ലാവരും അക്ഷയ് കുമാരന്മാരെ പോലെ പരിവാരത്തിന്റെ അപ്പത്തിന്റെ നടുക്കഷണം തിന്നും. അല്ലാത്തവർ അപ്പം തിന്നാതെ മാറി നിന്ന് പല്ലുറുമും. അവിടെയാണ് മോഹൻലാൽ വ്യത്യസ്തനാവുന്നത്. തന്നെ താനാക്കി വളർത്തിയ ജനതയോടുള്ള രാഷ്ട്രീയ കടപ്പാട് പുള്ളി കാണിച്ചു. പരിവാരത്തിനോട് ചേർന്ന് നിൽക്കുക എന്ന എളുപ്പവഴി തള്ളിക്കളഞ്ഞു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം, ഒരുപക്ഷെ നിരന്തരമായി. എന്നാൽ എമ്പുരാനിൽ ഇടതിനെയും ലാമ്പുന്നുണ്ട് എന്നതിൽ യാതൊരു പ്രശ്നവും കാണേണ്ടതില്ല. കറുത്ത മാസ്ക് ഇട്ടവനെ കസ്റ്റഡിയിൽ എടുക്കുന്നതൊക്കെ അത്യാവശ്യം ലാമ്പ് കിട്ടേണ്ട പരിപാടി തന്നെയാണ്. പിണറായിയുടെ പേരിൽ ഭക്തിഗാനം എഴുതുന്നതൊക്കെ ഓടിച്ചിട്ട് മടലിനിട്ട് വീക്കേണ്ട കേസുകെട്ടാണ്. മാത്രമല്ല, ഒരു കമ്മി അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതത്രേ രാഷ്ട്രീയ ശുദ്ധത ഒരു സിനിമയിൽ വേണം എന്നതൊക്കെ പറയുന്നത് മനുഷ്യസാധ്യമല്ലാത്ത ശുദ്ധതാവാദവുമാണ്. സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശനങ്ങൾ എന്തൊക്കെയായാലും മോഹൻലാലിന്റെ ചെയ്തികൾ ഇടത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പള്ളിപ്പറമ്പിൽ രാമന്റെ ഉദ്ഘാടനത്തിന് മോഹൻലാൽ പോകാത്തതിന്റെ നന്ദിയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ജന്മത്തിന് മുഖ്യമന്ത്രി മുതൽ താഴേക്കുള്ള നേതാക്കളുടെ വാളിൽ മോഹൻലാലിനുള്ള ആശംസയായി നിരനിരയായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയുമ്പോൾ പുള്ളിയുടെ പടങ്ങൾ അനാവശ്യമായി